നേരിട്ട് എന്നോട് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നല്ലോ. എന്റെ ആഭരണങ്ങളെങ്കിലും കൊടുക്കുമായിരുന്നു. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യുക? ആ കള്ളന് നമ്മൾ ഉടനെ പിടിക്കുകയാണെങ്കിൽ പണം തീർച്ചയായും തിരികെ കിട്ടും സാർ. എന്റെ സേതു സാറേ, കേസ് കൊടുത്താൽ ആക്ഷൻ എടുക്കാൻ പറ്റൂ. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എത്ര വേഗം കാര്യം നോക്കിയാലും കുറഞ്ഞത് ഹാഫ് ഡേങ്കിലും എടുക്കുമല്ലോ. അതുവരെ പയ്യന്റെ വീട്ടുകാർ ക്ഷമയോടിരിക്കണമല്ലോ. മുഹൂർത്ത സമയം ആവുകയും ചെയ്തു. എന്താമേ, മംഗളകർമ്മം തടസ്സപ്പെടുവോ ഇല്ലയോ? ഒന്ന് ചുമ്മാ ഇരിക്കും മോനെ. ഗൗതം പാരമ്പര്യത്തെക്കുറിച്ച് ആലോചിച്ചെല്ലാം ചെയ്താൽ സഹോദരിയുടെ നിശ്ചയം നന്നായി നടക്കും. ഗൗതം, നിനക്കൊന്നും പറയില്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ. പറ. എന്റെ അച്ഛനോട് സഹായം ചോദിക്കേ. എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി തൽക്കാലം നിശ്ചയം നടത്താൻ നോക്ക്. ചോദിക്കില്ലടാ, അവന്റെ മുഖം കണ്ടാൽ അറിയാം. ഗൗതം, പെട്ടെന്ന് നമ്മൾ പണം ചോദിച്ചാൽ ആരും തരില്ല മോനെ. നമ്മൾ കടമായിട്ടല്ലേ വാങ്ങുന്നത്. 6 ആഴ്ച കൊണ്ട് നടന്നില്ലെങ്കിലും 6 മാസത്തിനകം തിരികെ കൊടുക്കാമല്ലോ. ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ ചിന്തിക്കാം. ആദ്യം നിശ്ചയമൊക്കെ മംഗളമായി നടക്കട്ടെ. ആ പണം വാങ്ങിക്കുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല അമ്മാവ. കടമായിട്ട് തരുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ആ പണം ഒരു ഔദാര്യമാണെങ്കിൽ ഞാൻ ഒരിക്കലും വാങ്ങിക്കില്ല. ഇറക്കാൻ ഞാൻ നിൽക്കില്ല. ഞാൻ അവരോട് ചോദിച്ചോളാം. നീ ഒന്ന് സമ്മതം മൂടിയാൽ മതി. ഞാൻ കൈ നീട്ടിക്കോളാം. അവർ തരുന്ന കടം വാങ്ങിക്കൊണ്ട് പോകാൻ മോനെ. സേതു, യഥാർത്ഥ അമ്മാവൻ ഞാനാണെങ്കിലും പക്ഷേ അവൻ അമ്മാവനെന്ന് വിളിക്കുന്നത് നിന്നെയാ. ഞാനുമായി രക്തബന്ധമുണ്ടെങ്കിലും നിന്നോടാണ് അതിനേക്കാൾ ബന്ധം. അതുകൊണ്ട് നിന്റെ വാക്കവൻ കേൾക്കും. ആ പണം നീ വാങ്ങിക്ക. പക്ഷേ ഒരു നിബന്ധന. പത്രത്തിൽ എഴുതിപ്പിച്ച് അവന്റെ കയ്യൊപ്പ് വാങ്ങണമെന്നാണോ പറയുന്നേ? ഇല്ലമ്മേ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഗൗതം നെറിയുള്ളവനാ, വാക്ക് പാലിക്കും. ആ, അങ്ങനെ എന്ത് നിബന്ധനയാണ് അച്ഛാ? അവന്റെ അമ്മ സാവിത്രി തെറ്റു ചെയ്തില്ലെന്നും പറഞ്ഞ് എന്റെ ശരീരത്തിലേക്ക് ചെരുപ്പ് വലിച്ചെറിഞ്ഞു. ആ കാര്യം ഓർക്കുമ്പോഴൊക്കെ ഞാൻ അപമാനിതനാവുകയാണ്. ആ കാര്യത്തിൽ നിന്റെ അമ്മയേക്കാൾ ഞാനാണ് നാണം കെട്ടത്. അതുകൊണ്ട് അവൾ തെറ്റുകാരിയാണെന്ന് എല്ലാവരുടെ മുൻപിലും നീ തുറന്നു പറയണം. ഗൗതം, എത്ര ലക്ഷം ചോദിച്ചാലും ഞാൻ മടി കൂടാതെ തരും. ശരിയെന്ന് ഒരേ ഒരു വാക്ക് പറഞ്ഞ എല്ലാം അവസാനിക്കില്ലേ? അയ്യോ, എന്താ മുത്തശ്ശി ഇത്? നീ വെറുതെ ഇരിക്കടാ. അവൾ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ആരും അറിയാതെ ഓടിപ്പോയതെന്ന് ജനങ്ങളെല്ലാം വിശ്വസിച്ചാലേ എന്റെ നാട്ടുകൂട്ടത്തിൽ എനിക്ക് വിലയുണ്ടാകൂ. ഇല്ലെങ്കിൽ ഇവൻ എനിക്ക് നേരെ എറിഞ്ഞ ചെരുപ്പ് കണ്ട് ഞാൻ മരിക്കേണ്ടി വരും. അമ്മാവ, മുമ്പത്തെ കാര്യങ്ങളൊന്നും എനിക്ക് മറക്കാനൊന്നും പറ്റില്ല. ഈ നിശ്ചയം ഏത് വിധേനയും നടത്തണമെന്നുള്ള ആഗ്രഹവും എനിക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ കണ്ടീഷനുമായിട്ട് ഒത്തുപോകാൻ എനിക്ക് കഴിയില്ല. അമ്മാവൻ ആരുടെ മുന്നിലും കൈനീട്ടി നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പൊ നിശ്ചയത്തിന്റെ ചടങ്ങ്? അമ്മാവ, എൻ്റെ അമ്മ തെറ്റ് ചെയ്തു എന്നുള്ള ഒരു വാക്ക് പോലും ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ അമ്മയെ പറ്റി എന്തെങ്കിലും പറഞ്ഞ അവരെ കൊല്ലുക എന്നല്ലാതെ എൻ്റെ മനസ്സ് വേറൊന്നും എന്നോട് പറയില്ല. അമ്മാവാ. മോനെ ഗൗതം, അങ്ങനെ പോയാലോ?
മേഡം മുഹൂർത്ത നേരം കഴിയാൻ പോവുക. ചെക്കനെയും പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുവരൂ. മോളെ, നിന്റെ ചേട്ടൻ എന്തിയേ? ഉടനെ ഇങ്ങെത്തും. ഒരു ചെറിയ ആവശ്യത്തിന് എന്തോ വാങ്ങാനായിട്ട് പുറത്തേക്ക് പോയേക്കുക. 2 മിനിറ്റിനകത്ത് ഇങ്ങി വരും. ഗൗതമിന്റെ കൂടെ എന്റെ ഏട്ടനും പോയിരിക്കുമല്ലേ? പോയ കാര്യം നടന്നോ ഇല്ലയോ ഒരു ഫോൺ ചെയ്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? ഈ ആണുങ്ങൾ എപ്പോഴും ഇങ്ങനെയാ, വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകളെ തീ തീറ്റിക്കാനായിട്ട്. അതിനുവേണ്ടി അവര് പുറത്തു പോകുന്ന. നമ്മൾ എത്ര പതുക്കെ സംസാരിച്ചാലും അവര് കേൾക്കും ചെറിയമ്മേ. അല്ലെങ്കിൽ തന്നെ ശശികുമാറിന്റെ അമ്മ എന്തെങ്കിലും കിട്ടാനായിട്ട് കാത്തിരിക്കുക. അതെ അതെ. അതാ ഗൗതം വന്നല്ലോ. ചേച്ചി, ചേട്ടൻ്റെ അടുത്ത് തന്നെയല്ലേ? ഒരു നുള്ള കൊടുക്ക. ഒന്നും എന്താതിരിക്കടി. അതിനിപ്പോ എന്താ, കൂടിപ്പോയ 1 മാസം, അപ്പോഴേക്കും കല്യാണം കഴിയില്ലേ? അത് കഴിഞ്ഞാ പിന്നെ ഞങ്ങള് പറയുന്നതൊക്കെ ചെയ്തല്ലേ പറ്റൂ. ചേച്ചി, ഒരുപാട് കളിയാക്കിയൊന്നും വേണ്ട. നാണം കൊണ്ട് ഇപ്പോഴേ തലകുനിച്ചിരിക്കുക ചേച്ചി. ഇനിയും ചേച്ചി കളിയാക്കിയാലുണ്ടല്ലോ തറയിലൊക്കെ വീഴും. സംസാരിച്ചായിരുന്നോ ചെറിയ? കണ്ടു. സഹായിക്കുമെന്ന് കരുതി നിങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോ അപമാനിച്ചു വിട്ടു മോളെ. ആരാ ചെറിയച്ച? വേറെ ആരാ മോളെ, മോളുടെ വല്യച്ഛൻ തന്നെയാ. എന്താ ഏട്ടാ ഉണ്ടായത്? അവൾ തെറ്റുകാരിയാണെന്ന് എല്ലാവരുടെ മുൻപിലും നീ തുറന്നു പറയണം. എൻ്റെ അമ്മ തെറ്റ് ചെയ്തു എന്നുള്ളൊരു വാക്ക് എന്നെ കൊന്നാലും ഞാൻ പറയില്ല. ലക്ഷ്മിയുടെ നിശ്ചയ ദിവസം ആയതുകൊണ്ടാ ഗൗതം എത്ര സമാധാനമായിട്ട് നിന്നത്. ഇല്ലെങ്കിൽ അവൻ നിന്റെ വലിയച്ഛനൊരു വഴിയാക്കിയേനെ. അതെ ചെറിയമ്മേ, സാവിത്രി അമ്മായിയെ കുറിച്ച് തെറ്റായിട്ട് ഓരോന്ന് പറയുമ്പോ വല്യച്ഛൻ എന്ത് കിട്ടുന്നു എന്തോ എനിക്കൊന്നും തന്നെ അറിയില്ല. അമ്മ തെറ്റ് ചെയ്തെന്ന് ഏത് മക്കള് സമ്മതിക്കും മോളെ? ആ വാക്ക് കേട്ടാ തന്നെ കൊല്ലാൻ തുനിയുന്ന ഗൗതം ഇന്ന് മോളുടെ വല്യച്ഛൻ അത്രയൊക്കെ പറഞ്ഞ് അപമാനിച്ചിട്ടും ക്ഷമയോടെ തിരികെ വന്നു മോളെ. സേതു, വേഗം അകത്തേക്ക് വരൂ, മുഹൂർത്തത്തിനുള്ള സമയമായി. ഇതാ വരിക. സർ, 1 മിനിറ്റ് ഒന്ന് വരാമോ? എന്തു പറ്റി? ഏട്ടാ, പണം തരാനാണോ എന്തോ? ആ ഗൗതം മോനെ പോലീസുകാരൻ മുഖാന്തരം കൊടുത്താൽ ഒരു തെളിവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങാമെന്നേ. അദ്ദേഹം മദ്യപിക്കാതെ സുബോധത്തോടെ ഇരിക്കുകയല്ലേ. അയ്യോ, അതൊന്നും വേണ്ട. ഈ കൈ കൊണ്ട് ഞാൻ ഒത്തിരി മദ്യം കഴിച്ചിട്ടുണ്ട്. എൻ്റെ മകളുടെ കൈ പിടിച്ച് നിങ്ങളുടെ മകൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഞാൻ ആ പണം തൊടില്ല, തൊഴാൻ പാടില്ല. നിങ്ങൾ നടത്തിക്കോളൂ. ഒന്ന് ഇങ്ങോട്ട് വന്നേ സാർ. വന്നേ. എന്തു പറ്റി? എന്താ കാര്യം? പറഞ്ഞോളൂ.
നിങ്ങളോട് കള്ളം പറയാൻ എനിക്ക് താല്പര്യമില്ല. ഒരു പോലീസുകാരനായിട്ട് പോലും പണം മോഷ്ടിച്ച കള്ളനെ പിടിക്കാൻ കഴിയാതെ ഞാൻ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഈ നിശ്ചയം മുടങ്ങിപ്പോകുമോ എന്നുള്ള പേടിയാ എനിക്ക്. പണം കളവ് പോയെന്നോ? അതെ. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഗൗതം, നീ വിഷമിക്കാതിരിക്കെ. ലക്ഷ്മിയുടെ നിശ്ചയമെന്ന് വെച്ച് നീ എത്രമാത്രം സന്തോഷിച്ചോ, അധികം വൈകാതെ തന്നെ നിനക്കിങ്ങനെ വിഷമിക്കേണ്ടി വന്നല്ലോ. നീ സമാധാനപ്പെടും മോനെ. എന്താ സംഭവിച്ചതെന്ന് അമ്മാവനെല്ലാം പറഞ്ഞു കാണുമല്ലോ. ഇനി ഒരിക്കൽ കൂടെ പറയാൻ എനിക്ക് വയ്യ. വല്യച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞതില് ചേട്ടന്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വളരെ നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പേടിച്ചു നിന്നാ ഒന്നും നടക്കില്ല. എനിക്കെന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയുമില്ല. എൻ്റെ കയ്യിൽ പണവുമില്ല. ആ പണം ആരെടുത്തു എന്നും എനിക്കറിയില്ല. പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് അതിനൊരു പരിഹാരം ഉണ്ടാവുന്നത് വരെ കാത്തിരിക്കാനുള്ള സമയമൊന്നും ഇവിടെ ഒട്ടുമില്ല. പണം കൊടുക്കാതെ ഈ നിശ്ചയം ഒരിക്കലും നടക്കുകയുമില്ല. കൊടുത്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല. യാതൊന്നും നടക്കില്ല. നിന്റെ അമ്മാവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അവരോട് സംസാരിക്കാൻ വേണ്ടി. എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് സമ്മതിപ്പിക്കും. എന്താ നിങ്ങൾ എന്തിനാ അവരുടെ സൈഡ് പറയുന്നേ? അയ്യോ, അങ്ങനെയൊന്നും അല്ല. 2 ദിവസത്തേക്കൊന്ന് ക്ഷമിച്ചാൽ നിങ്ങൾ ചോദിച്ച പണം കിട്ടും. വേണമെങ്കിൽ ഉറപ്പിന് വേണ്ടി ഞാൻ ഒപ്പിട്ട് തരാം. ഇതൊട്ട് തന്നെ ശരിയല്ല. പണം തരാമെന്ന് പറഞ്ഞിട്ട് അതാരെങ്കിലും മോഷ്ടിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നടക്ക്. സാർ, എടാ മോനെ, മതി, എഴുന്നേക്ക്. എന്തു പറ്റി അമ്മേ? എന്തെങ്കിലും നടക്കുന്നതിന് മുൻപേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. എന്താ കാര്യം പറയേ? എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? അവരുടെ കയ്യിൽ പണമില്ലെന്ന് നീ ഫ്രീ ആയിട്ട് താലി കെട്ടണം അത്രേ. അങ്ങനെ അമ്മാവൻ പറഞ്ഞു കാണില്ല. ഒരു 2-3 ദിവസത്തിനുള്ളിൽ പണം തരാമെന്നായിരിക്കും പറഞ്ഞത്. നിങ്ങൾ 2 ദിവസത്തിനകത്ത് പണം തരുമെന്ന് വിചാരിക്കുന്നു മോനെ. പക്ഷെ ഞങ്ങളുണ്ടല്ലോ, 2 നിമിഷത്തിനുള്ളിൽ ഇവിടുന്ന് പോകണമെന്നാ വിചാരിക്കുന്നേ. എന്താണ് തമാശ കണ്ടോണ്ട് നിൽക്കുന്നേ? വാടാ. വേണ്ടമേ, ലക്ഷ്മി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഡാ, നിനക്ക് ഇഷ്ടപ്പെട്ടാ മാത്രം പോരാ, അവര് പെരുമാറുന്ന രീതിയെ ഞങ്ങൾക്കും കൂടി ഇഷ്ടപ്പെടണം. ഇത്രയും നേരം പണം തരാന്ന് പറഞ്ഞോണ്ടിരുന്നവരെ കറക്റ്റായിട്ട് നിശ്ചയം നടക്കുന്ന സമയത്ത് പറയുക, ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ പണമില്ല, നിങ്ങൾ തൽക്കാലം തട്ടം മാറ്റിക്കോ, 2 ദിവസം കഴിഞ്ഞ് പണം തരാമെന്ന്. ഇപ്പൊ ഈ നിശ്ചയം നടന്നു കഴിഞ്ഞാ പണത്തിന് വേണ്ടിയിട്ടാ ഈ കല്യാണം മുടക്കി എന്നുള്ള ചീത്തപ്പേരെ ഞങ്ങൾക്കെന്തിനാ? ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എന്റെ അച്ഛനെ ഞാനാണ് കൂട്ടിക്കൊണ്ടുവന്നത്. എന്തിനാ വന്നത് സാർ? ഇവിടെ നിശ്ചയമൊന്നും നടക്കുന്നില്ല. പണം കിട്ടിയില്ലെങ്കിൽ നിശ്ചയമൊന്നും നടക്കില്ലെന്ന് പറയുന്നു. അങ്ങാണെങ്കിൽ അച്ഛന്റെ വാക്ക് ധിക്കരിക്കാൻ കഴിയാതെ മൗനം പാലിച്ചു നിന്നു. സേതു, ഞാൻ പണം തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ മകനാണെങ്കിൽ പത്രത്തിൽ കയ്യൊപ്പ് വേണ്ടെന്നും പകരം ഗൗതമിന്റെ ഒരു വാക്ക് മതിയെന്ന് പറഞ്ഞില്ലേ?
പറഞ്ഞ വാക്ക് പാലിക്കുന്നവൻ ഒരു വാക്ക് പറഞ്ഞാൽ എന്താ മതിയാവില്ലേ? ഇങ്ങോട്ട് കയറി വന്നിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യത്തെപ്പറ്റി സംസാരിക്കുവാണെങ്കിൽ വയസ്സിൽ എൻ്റെന്ന് മൂത്തതാണെങ്കിലും ഒരുത്തരും ഇവിടെ നിന്ന് മര്യാദയ്ക്ക് പോവില്ല. അവരുടെ പ്രശ്നങ്ങളൊക്കെ അവര് തീർത്തോളും. നമുക്ക് പണം കിട്ടിയില്ലെങ്കിലേ പിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന എന്തിനാ? വാടാ. പോകുന്നവരൊക്കെ പൊയ്ക്കോട്ടെ. പണം കൊടുത്തില്ലെങ്കിൽ ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ വേണ്ടെന്ന് പറയുന്നാണോ? ഞങ്ങൾ അങ്ങനെ പറയൂ. ഞങ്ങൾക്ക് പണം തന്നെയാ പ്രധാനം. ഇന്ന് ഈ വാക്ക് തെറ്റിക്കുന്നവരെ നാളെ കല്യാണത്തിന് എന്തൊക്കെ തെറ്റിക്കുമെന്നാ? നല്ലൊരു ബന്ധം കൺമുമ്പിൽ തന്നെ കൈവിട്ടു പോകുമ്പോ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. വരദരാജ, നീ എന്തു പറയുന്നു? ദേവനല്ലേ നമ്മളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവിടെ വന്ന് ഇവരുടെയൊക്കെ സംസാരം കേൾക്കേണ്ടതിന്റെ വല്ല ആവശ്യമുണ്ടോ അമ്മേ? ഇവിടെ ഒരു മംഗളകർമ്മവും നടന്നിട്ടില്ല. നിങ്ങൾ വഴിമാറി തന്നല്ലേ ഞങ്ങൾ പൊക്കോളാം. ഞങ്ങള് വഴിമാറിയാൽ നിങ്ങൾ ഇവിടുന്ന് പോകും. പക്ഷേ നിങ്ങൾ വഴിമാറിയാൽ അതിനൊപ്പം ലക്ഷ്മിയും കൂടെ ഒന്ന് സമ്മതിക്കുകയാണെങ്കിൽ അവളെ ഞാൻ കല്യാണം കഴിച്ചോളാം. എടദേവാ, എന്തൊക്കെയാടാ നീ പറയുന്നത്? ലക്ഷ്മി ഇവന്റെ സഹോദരിയാണ്. എന്നിട്ട് എന്തിനാടാ നീ അവൾക്കൊരു ജീവിതം കൊടുക്കാന്ന് പറയുന്നത്? ദേവാ, ഞങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ അഭിമാനം ഇല്ലാതാക്കരുത്. ഞാൻ നമ്മുടെ അഭിമാനം ഇല്ലാതാക്കിയതല്ല അച്ഛാ. ഗൗതമിന്റെ കുടുംബമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയാണ്. വെറുതെ കാശിന് വേണ്ടി മാത്രം ആർത്തി പിടിച്ച ഈ കുടുംബത്തിന് ലക്ഷ്മിയെ ഒരിക്കലും നന്നായിട്ട് നോക്കാൻ കഴിയില്ല. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. നടന്നതെല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നഷ്ടവും സംഭവിക്കാത്ത ശുഭകാര്യങ്ങൾ മാത്രമേ നടക്കൂ. കണ്ടില്ലേടാ, ഇതാണ് അവരുടെ പ്ലാൻ. ചേട്ടനും മുറപ്പെണ്ണും ഇവിടെ ഉണ്ട്. എന്നാ പുറം ലോകം അറിയാനേ വേറെ കല്യാണ ആലോചനകളും അവർ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ തീരുമാനങ്ങളും എടുത്ത് കാത്തിരുന്നിട്ട് ഞങ്ങളുടെ മാനവും കളഞ്ഞ് ഇത് ഞങ്ങളുടെ രക്തബന്ധമാണ്, നിങ്ങൾ വേറെ വഴി നോക്കി പോയിക്കോ എന്ന് പറയുന്നു. അതെ അമ്മേ, ഞാനും എന്തൊക്കെയോ ചിന്തിച്ചു. അമ്മ പറഞ്ഞതാ ശരി. ഇപ്പൊ പോലും ലക്ഷ്മി ഒന്നും തന്നെ പറയുന്നില്ല. അവളെ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു, പക്ഷേ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാടാ? പിന്നീടുള്ള ബുദ്ധിമുട്ട് നമ്മൾ മാത്രമേ അനുഭവിക്കേണ്ടി വരൂ. നീ വാടാ. നിങ്ങൾ പൊയ്ക്കോളൂ. ഞാൻ തൊഴുതു പറയാ, നിങ്ങൾ പൊയ്ക്കോളൂ. അമ്മായി, എന്റെ ചേട്ടന്റെ മോളെ എന്റെ മോൻ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു. ഇതിലപ്പുറം എനിക്കിനി എന്താ വേണ്ടേ? നിങ്ങൾ ദയവ് ചെയ്തൊന്ന് ഒഴിഞ്ഞു പോ. ഞങ്ങൾ പോവുക. ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. വാടാ. ഇങ്ങോട്ട്.